ब्रह्मश्री प्रकाशानंद स्वामीगल, श्रीमद ऋतुंभरानंद स्वामीगल, श्री नारायण धर्म संगम सन्यासीन्स, श्री मुरलीधरन, सहोदरी सहोदर नमारे नमस्कार। मुरली को अब इसका हिंदी नहीं करने की जरूरत है। ഇതിന്റെ പരിഭാഷ ആവശ്യമില്ലല്ലോ. श्रीमान मुरलीधर की मदद से मैं अपने दिल की बात आप सब तक पहुंचा पाऊंगा। എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എല്ലാവരിലെയും എത്തിക്കാനായിട്ട് ശ്രീ മുരളീധരന്റെ സഹായത്തോടുകൂടി ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. मैं देख रहा हूं कि यहां जो व्यवस्था बनी है वो व्यवस्था कम पड़ गई है और बहुत बड़ी मात्रा में लोग दूर दूर बाहर खड़े हैं। भाइयों बहनों, इस शमियाने में जगह शायद कम होगी, लेकिन आप भरोसा रखिए मेरे दिल में आप लोगों के लिए बहुत जगह है। എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകളെ അതിലംഘിച്ചുകൊണ്ട് വളരെ അകലെ വരെ നിൽക്കുന്ന വലിയൊരു ജനാവലി എനിക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പന്തലിനകത്ത് നിങ്ങൾക്ക് സ്ഥലം കിട്ടാതായിട്ടുണ്ടാകാം. പക്ഷെ എന്റെ മനസ്സിനകത്ത് നിങ്ങൾ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. मेरा बहुत बड़ा सौभाग्य रहा कि बचपन में राष्ट्रीय स्वयंसेवक संघ की गतिविधि से जुड़ा और राष्ट्रीय स्वयंसेवक संघ की गतिविधि में एक महत्वपूर्ण संस्कार कार्यक्रम होता है प्रातः स्मरण का। और जब हमें प्रातः स्मरण सिखाया गया था, उसी समय से प्रतिदिन सुबह परम पूज्य ब्रह्मलीन नारायण गुरु स्वामी का स्मरण करने का सौभाग्य मिलता था। എന്റെ സൗഭാഗ്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാതസ്മരണയിലൂടെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാനും എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് ആ പ്രാതസ്മരണ ചൊല്ലാനുള്ള അവസരമുണ്ടായതും. आज देश की जिन समस्याओं की ओर हम देख रहे हैं, उन समस्याओं की तरफ नजर करें और श्री नारायण गुरु स्वामी की शिक्षा पर नजर करें तो हमें ध्यान में आता है कि अगर यह देश श्री नारायण गुरु स्वामी की शिक्षा दीक्षा के कदमों पर चला होता तो आज हमारे देश का ये हाल न हुआ होता। ഇന്ന് രാഷ്ട്രം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും അദ്ദേഹം ഈ നാടിന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അത് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം ഇത്തരത്തിലുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുമായിരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. श्री नारायण गुरु स्वामी ने समाज जीवन की शक्ति बढ़ाने की मूलभूत तत्वों पर सबसे ज्यादा बल दिया था। ശ്രീനാരായണ ഗുരുദേവൻ സാമാജിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്.
आज समाज में किसी न किसी स्वरूप में अस्पृश्यता आज भी नजर आती है। हमारे संतों के प्रयत्नों के द्वारा समाज जीवन की छुआछूत कम होती गई, लेकिन राजनीतिक जीवन में छुआछूत और भी बढ़ती चली जा रही है। നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മ എന്നുള്ളത് ഇന്നും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഋഷിമാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വലിയൊരളവ് വരെ ഇല്ലാതായിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ ഈ തൊട്ടുകൂടായ്മ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയ മേഖലയിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ തൊട്ടുകൂടായ്മ ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. यह देश स्वामी विवेकानंद जी की 150वीं जयंती मना रहा है और जब हम स्वामी विवेकानंद जी की 150वीं जयंती मना रहे हैं तब इस बात का भी संयोग है श्री नारायण गुरु स्वामी उनके जीवन में भी इस कार्य को आगे बढ़ाने में स्वामी विवेकानंद जी का सीधा सीधा संबंध आया था। സ്വാമി വിവേകാനന്ദന്റെ ജനനത്തിന്റെ 150ാം വർഷം ആഘോഷിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് കടക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളും ദർശനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ജീവിത ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. हम पूरे आजादी के आंदोलन की ओर नजर करें तो हमारे ध्यान में आएगा कि 18वीं शताब्दी का उत्तरार्ध, 19वीं शताब्दी, 20वीं शताब्दी भारत की आजादी के आंदोलन की पीठिका तैयार करने में सबसे बड़ा अगर योगदान किसी ने दिया है तो हमारे संतों ने दिया है, महापुरुषों ने दिया है, सन्यासियों ने दिया है, जिनके पुरुषार्थ के कारण एक समाज जागरण का काम, सामाजिक चेतना का काम, सामाजिक एकता का काम निरंतर चलता रहा और उसी का परिणाम हुआ कि देश के आजादी के आंदोलन के लिए एक मजबूत पीठिका का निर्माण हुआ। സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധവും 19ാം നൂറ്റാണ്ടും 20ാം നൂറ്റാണ്ടിന്റെയും പൂർവാർദ്ധവും ഈ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുത, ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഭൂമിക, ആ ഭൂമിക തയ്യാറാക്കുന്നതിൽ ഈ നാട്ടിലെ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പങ്ക്, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഈ നാട്ടിൽ ഉണ്ടായത്. 1857 के स्वातंत्र संग्राम के बाद अंग्रेजे मान करके चलते थे कब हिंदुस्तान को हजारों साल तक गुलाम बनाए रखा जा सकता है, अब हिंदुस्तान खड़ा नहीं हो सकता है। लेकिन 1857 के स्वातंत्र संग्राम के बाद पूरी 3 शताब्दी की ओर देखा जाए तो इस देश में इन महापुरुषों की एक श्रृंखला रही है और उस श्रृंखला के कारण निरंतर हिंदुस्तान का कोई एक राज्य ऐसा नहीं होगा, हिंदुस्तान का कोई समाज ऐसा नहीं होगा, हिंदुस्तान का कोई क्षेत्र ऐसा नहीं होगा कि जहां पर पिछली 3 शताब्दी के अंदर कोई ऐसे महापुरुष के जन्म न हुआ हो, जिस महापुरुष ने सामाजिक संस्कारों के लिए, समाज सुधार के लिए, सोशल रिफॉर्मर के नाते काम न किया हो और समाज को जोड़ने का काम न किया हो, ऐसा पिछली 3 शताब्दी में किसी भूभाग पर नहीं मिलेगा। 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ രാജ്യത്തെ ഇനി അധികകാലം അടിമ രാജ്യമാക്കിയിട്ട് വെക്കാൻ സാധ്യമല്ല. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള 3 ദശാബ്ദങ്ങള്, ആ ദശാബ്ദങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ ഒരു മേഖലയും ഒഴിവാക്കാൻ സാധ്യമല്ല.
ഒരു സംസ്ഥാനത്തെയും ഒഴിവാക്കാൻ സാധ്യമല്ല. നിരവധി സന്യാസിമാര്, നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കള്, നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളുകള്, അങ്ങനെയുള്ളവരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഈ രാജ്യത്ത് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഈ രാജ്യമാസകലം ഉയർന്നു വന്നു. चाहे स्वामी रामदास हो, चाहे स्वामी विवेकानंद हो, चाहे स्वामी दयानंद से लेकर के स्वामी श्रद्धानंद तक की परंपरा हो, चाहे बसवेश्वर हो, चाहे चैतन्य महाप्रभु हो, चाहे नरसिंह मेहता गुजरात में हो, इस देश के अंदर ऐसी एक परंपरा रही। और केरल में भी पूज्य नारायण स्वामी कहो या अयंकाली जी कहो, इन सब के परंपरा के कारण हिंदुस्तान के अंदर इस चेतना को जागृत रखने में सफलता मिली थी। രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാമി ദയാനന്ദൻ തൊട്ട് ശ്രദ്ധാനന്ദൻ വരെയുള്ള ആര്യ സമാജത്തിലുള്ള സന്യാസിമാര്, ചൈതന്യ പ്രഭുവിനെ പോലെയുള്ള ആളുകള്, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകള്, കേരളത്തിലെ പിന്നോക്ക പുലയ സമുദായത്തിൽപ്പെട്ട അയ്യങ്കാളിയെ പോലെയുള്ള ആളുകള്, അങ്ങനെയുള്ള നിരവധി മഹാത്മാക്കളുടെ, നിരവധി സന്യാസിമാരുടെ പരിശ്രമങ്ങള് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. इन महापुरुषों ने त्याग और तपस्या के द्वारा देश में जागरण का काम किया, देशभक्ति जगाने का काम किया, हमारी संस्कृति, हमारा धर्म और परंपरा को जगाने का काम किया। और उसके कारण भारत के आजादी के आंदोलन के लिए एक बहुत बड़ी पीठिका तैयार हुई। ഈ മഹാപുരുഷന്മാരുടെയും സന്യാസിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമൊരുങ്ങി, स्वातंत्र समरത്തിന്റെ അടിസ്ഥാന ഭൂമിക സൃഷ്ടിക്കപ്പെട്ടു. लोगों को लगता है कि दुनिया की अनेक परंपराएं, अनेक संस्कृतियां, अनेक समाज जीवन की परंपराएं ध्वस्त हो गई, इतिहास के किनारे जाकर के उन्होंने अपनी जगह ले ली, आज उनका कहीं नामो निशान नहीं रहा। लोग पूछते हैं क्या कारण हुआ कि हजारों साल हुए ये समाज, ये संस्कृति, ये इस देश की परंपरा ये मिटती क्यों नहीं? ये पूरे विश्व के अंदर एक सवाल उठाया जाता है। ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സംസ്കാരങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാരങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ മാത്രമായിട്ട് മാറി, അത് മുഴുവൻ വിസ്മൃതിയിലേക്ക് മാറി. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരം, ആളുകൾ ചോദിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അത് നിലനിൽക്കുന്നു, ഇന്നും അത് ഉയർന്നു നിൽക്കുന്നു. എന്താണ് അതിന് കാരണമെന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം. और इसके कारण समाज जीवन में अगर हम बारीकाई से देखें कि हजारों साल हुए, हमारी हस्ती मिटती क्यों नहीं? मिटती इसलिए नहीं है, हजारों साल में हमारे अंदर बुराइयां नहीं आई हैं, आई है। हमारे में विकृतियां नहीं आई है, आई है। हमारे समाज में बिखराव नहीं आया है, आया है। अनेक बुराइयां आने के बावजूद भी इस समाज की ताकत ये रही है कि हिंदू समाज ने हमेशा अपने ही भीतर संतों को जन्म दिया, समाज सुधारकों को जन्म दिया, एक नई चेतना, नया शास्त्र जगत जगत बनाने के लिए जो जो लोगों ने जन्म लिया उन महापुरुषों के पीछे चलने का साहस दिखाया और अपनी ही बुराइयों पर वार करने की ताकत हमारे ही समाज में से पैदा होती थी। ऐसे महापुरुष हमारे समाज में से ही पैदा होते थे और उन समाज महापुरुषों के पैकी एक बहुत बड़ा नाम केरल की धरती पर जन्मे हुए परम पूज्य नारायण स्वामी का है। ആളുകൾ, സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന് നാശമുണ്ടാകാത്തത്? ഈ സംസ്കാരത്തിന് നിരവധി ജീർണതകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വികൃതികളെയും ഈ ജീർണതകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് പരിശോധിച്ചാൽ അതിന്റെ കാരണം ഈ സമാജം തന്നെ, ഈ സമൂഹം തന്നെ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ നിരവധി സന്യാസിമാർക്ക് ജന്മം നൽകി,
നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ജന്മം നൽകി. അവർ തന്നെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ പരിവർത്തനത്തിന്റെ കാഹളമുയർത്തി. അവർ തന്നെ ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ട് അവർ തന്നെ ഈ സമൂഹത്തിലെ ജീർണതകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ, അങ്ങനെയുള്ള സന്യാസിമാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആണ് ഹിന്ദു സംസ്കാരത്തിന് നാശമില്ലാത്ത ഒരു സംസ്കാരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള മഹാസന്യാസിമാരുടെ ആ പരമ്പരയില് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമം. കേരളം ജന്മം നൽകിയ महानाയിട്ടുള്ള सन्यासी श्री नारायण गुरुदेवन। श्री नारायण गुरु जी ने उस कालखंड में शिक्षा को सर्वाधिक महत्व दिया और आज अगर केरल गर्व के साथ खड़ा है शिक्षा के क्षेत्र में, पूरे देश में केरल ने अपना एक रुतबा जमाया है। अगर उसके मूल में हम देखें तो 100-125 साल पहले ऐसे महापुरुषों ने शिक्षा के लिए अपना जीवन खपा दिया था और उसके कारण ये सबसे बड़ा मजबूत फाउंडेशन, शिक्षा का मजबूत फाउंडेशन आज केरल की धरती पर नजर आता है। ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് വിദ്വേഷമുളവാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് ഇടകൊടുക്കാതെ ഈ നാട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് ആധ്യാത്മികതയെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയും സാമൂഹ്യ പരിഷ്കരണവും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭാവനകള് അതിനുള്ള അവസരം അല്പം പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ദർശനങ്ങളിലും ഉണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും। हमारे देश में उस कालखंड की ओर अगर हम नजर करें, समाज के अंदर बुराइयों ने जब पूरी तरह समाज पर कब्जा जमाया हो, स्थापित हितों का जमावड़ा इसको बरकरार रखने के लिए भरपूर कोशिश करता हो, ऐसे समय ऐसे संत खड़े हुए जिनके पास कुछ नहीं था, लेकिन बुराइयों के खिलाफ लड़ने का संकल्प था और वो बुराइयों के खिलाफ खड़े हुए। समाज स्वीकार करे या न करे, वो बुराइयों के खिलाफ लड़ने के पीछे नहीं हटे और अपने जीवन को उन्होंने पूरी जिंदगी तिल तिल समाज सुधार के लिए घिस दिया। जिस समाज के अंदर ईश्वर भक्ति सर्वश्रेष्ठ मानी जाती हो, परमात्मा सब कुछ ऐसा माना जाता हो, उस कालखंड में भी इस देश में ऐसे सन्यासी हुए, वो कहते थे ईश्वर भक्ति बाद में करो, पहले दरिद्र नारायण की सेवा करो। दरिद्र नारायण भी भगवान का रूप होता है और उन गरीबों की भलाई करोगे ईश्वर को वो प्राप्त हो जाएगा। ये संदेश देने की ताकत इस भूमि में थी। നമ്മുടെ ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും। ആ കാലഘട്ടത്തില് സാമൂഹ്യ പരിഷ്കർത്താക്കളും സന്യാസിമാരും ഈ നാട്ടിലെ നിക്ഷിപ്ത താൽപര്യക്കാരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമൂഹ്യമായിട്ടുള്ള ജീർണതകൾ നിലനിന്നപ്പോ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന കാലഘട്ടങ്ങളിൽ അതിനെതിരായിട്ട് കൈമുതലായിട്ട് ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചു, അതിനെതിരായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി। അവരുടെ ആ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് समाज सुधारकों ने अपने जीवन को बलि चढ़ा करके भी समाज की बुराइयों के सामने लड़ाई लड़ी और उसको प्राप्त किया। സാമൂഹ്യ പരിഷ്കർത്താക്കള് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പാതയിലൂടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമത്തില്
ആ പരിശ്രമത്തിന് നേതൃത്വം നൽകി. श्री नारायण गुरु की तरफ हम अगर नजर करें तो ध्यान में आता है उस समय जब अंग्रेजों का राज चलता था और एक जो गुलामी मानसिकता थी, उस मानसिकता को बढ़ावा देने के लिए वो अंग्रेजी का प्रभाव बढ़ाना चाहते थे और अंग्रेजी के माध्यम से इस देश को दबाने के लिए एक रास्ता खोजते थे. ऐसे समय नारायण गुरु की दृष्टि देखी. उन्होंने समाज को कहा अंग्रेजी सीख करके उन्हीं को उन्हीं की भाषा में जवाब देने की ताकत पैदा होनी चाहिए. अंग्रेजों से लड़ना होगा तो अंग्रेजों को अंग्रेजी की भाषा में समझाना पड़ेगा. ये हिम्मत सिखाने का काम नारायण गुरु ने उस समय किया था. ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച സന്യാസിവര്യനായിരുന്നു, മഹാപുരുഷനായിരുന്നു. പക്ഷെ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ തയ്യാറെടുക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ പഠിച്ചുകൊണ്ട് ആ ഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന് ഐത്തം കൽപ്പിച്ചു മാറ്റി നിർത്താതെ ആ ഭാഷ ഉൾപ്പെടെ സ്വായത്തമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ അതിന് ഈ നാട്ടിലെ ജനങ്ങൾ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഈ നാട്ടിലെല്ലാവർക്കും ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 21वीं सदी हिंदुस्तान की सदी है ऐसा कहते हैं. 21वीं सदी ज्ञान की सदी ये कहते हैं और ये हमारा सद्भाग्य है कि आज हिंदुस्तान दुनिया का सबसे युवा देश है. 65% जनसंख्या, 65% पॉपुलेशन इन दिस कंट्री इज बिलो 35. 35 से नीचे की उम्र की है और इसलिए ये युवा देश है और ये युवा देश ये हमारा डेमोग्राफिक डिविडेंड है. ये अपने आप में एक बड़ी शक्ति है. 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. 21ാം നൂറ്റാണ്ട് യുവത്വത്തിന്റെ യുഗമാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ന് ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 65% ഇന്ന് 35 വയസ്സിൽ താഴെയുള്ളവരുടേതാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ രാഷ്ട്രമാണ്. അത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. लेकिन जो लोग प्रगति करना चाहते हैं वो सारे देश इन दिनों एक विषय पर बड़े आग्रह से बात करते हैं. अभी अमेरिका में चुनाव समाप्त हुए. श्रीमान ओबामा ने दोबारा अपना प्रेसिडेंटशिप को धारण किया और दोबारा प्रेसिडेंट बनने के बाद उन्होंने जो पहला भाषण किया उस पहले भाषण में उन्होंने एक बात पर बल दिया और वो कहा कि स्किल डेवलपमेंट, हुनर सिखाओ लोगों को. जब तक हम व्यक्ति के हाथ में हुनर नहीं देते, जब तक उसको रोजगार की संभावनाएं नहीं देते, वो दुनिया में कुछ कर नहीं सकता. ये अमेरिका के समृद्ध देश की अर्थनीति के बीच भी स्किल डेवलपमेंट की बात होती है. हिंदुस्तान के अंदर डॉक्टर मनमोहन सिंह कांग्रेस की सरकार भी स्किल डेवलपमेंट की बात करती है और मुझे गर्व से कहना है कि अभी 21 अप्रैल को भारत के प्रधानमंत्री ने स्किल डेवलपमेंट के क्षेत्र में सर्वश्रेष्ठ कार्य करने के लिए गुजरात सरकार को विशेष रूप से सम्मानित किया. ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യുവാക്കളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ മാസങ്ങളില് ലോകത്തിലെ വൻശക്തികളിൽ ഒന്നായിട്ടുള്ള അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ഒബാമ അവിടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അമേരിക്കക്ക് പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം നേടേണ്ട അത്യാവശ്യമുണ്ട്. യുവാക്കളുടെ ഇടയിൽ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗും ഇതേ കാര്യം നമ്മുടെ ജനങ്ങളോട് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഗുജറാത്ത് സർക്കാരിന്
ഈ കഴിഞ്ഞ 21-ാം തീയതി പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തിനുള്ള സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്നുള്ള അവാർഡ് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. गुजरात इस देश में पहला राज्य है जिसने अलग स्किल यूनिवर्सिटी बनाने का निर्णय किया है और दुनिया का सबसे समृद्ध देश वो भी स्किल डेवलपमेंट की बात करता है. दुनिया की सबसे बड़ा लोकतंत्र देश वह भी स्किल डेवलपमेंट की बात करता है. दुनिया भर के अंदर स्किल डेवलपमेंट की चर्चा हो रही है, लेकिन मजा देखिए 100 साल पहले केरल की धरती पर एक नारायण गुरु का जन्म हुआ जिन्होंने 100 साल पहले स्किल डेवलपमेंट पर बल देने के लिए बात की तरह नहीं प्रयास किए थे. ഗുജറാത്ത് ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ധനികമായിട്ടുള്ള രാഷ്ട്രം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് ഊന്നിപ്പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതം ഈ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് ഊന്നിപ്പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ അത്ഭുതം 100 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ജന്മം കൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ അന്ന് തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. आज पूरा विश्व 2 समस्याओं से जूझ रहा है. एक ग्लोबल वार्मिंग और दूसरा टेररिज्म, आतंकवाद. पूरा विश्व इन दोनों चीजों से परेशान है. लेकिन अगर हम हमारे पूर्वजों की बातों को अगर ध्यान में लें, हमारे संतों की बातों को ध्यान में लें, अगर हमारे शास्त्रों की बातों को ध्यान में लें और अगर उसके आधार पर जीवनचर्या को करें तो मैं विश्वास से कहता हूं कि ग्लोबल वार्मिंग से मानव जात को बचाई जा सकती है. टेररिज्म के रास्ते से लोगों को वापस ला करके एक सद्भावना और प्रेम के रास्ते पर लाया जा सकता है. ये संदेश पूज्य नारायण गुरु स्वामी ने उस जमाने में दिए थे जब वो कहते थे एक जन, एक देश, एक देवता. ये बात उस समय जब इतने बिखराव का माहौल की आज चर्चा हो रही है, एक राज्य दूसरे राज्य को पानी देने को तैयार नहीं है, ऐसे माहौल में उस महापुरुष ने दूर का देखा था और कहा था यह देश एक, जन एक और परमात्मा एक. ये संदेश देने का काम श्री नारायण गुरु ने किया. നിർദ്ദേശം നൽകി അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ അത് ഉൾപ്പെടുത്തി. കുടുംബങ്ങളില് തളച്ചിടപ്പെടേണ്ടവർ അല്ല സ്ത്രീകള്, പകരം സമൂഹത്തിന്റെ വികസനത്തില്, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളാകേണ്ടവരാണ് സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീ സമൂഹം, ആ സ്ത്രീ സമൂഹമാണ് ഇന്ന് ലോകത്തിനാവശ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ, സ്ത്രീകളെ വികസനത്തിന്റെ പാതയിൽ തുല്യ പങ്കാളികളായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൂടെ അദ്ദേഹം ഈ ലോകത്തെ ഉത്ബോധിപ്പിച്ചു. श्री नारायण गुरु ने प्रेम की, करुणा की, समाज की एकता की, इन सब बातों करने के साथ साथ सादगी का भी बहुत आग्रह रखा था, सिंप्लिसिटी का बहुत आग्रह रखा था. मैं आज भी इस परंपरा से जुड़े हुए सभी महान संतों को प्रणाम करते हुए उनका अभिनंदन करना चाहता हूं कि श्री नारायण गुरु ने जिस परंपरा में सादगी का आग्रह रखा था, आज भी उस सादगी को निभाने का प्रयास सभी इन परंपरा के निभाने वालों के द्वारा हो रहा है. ये अपने आप में बड़े गर्व की बात है. ശ്രീനാരായണ ഗുരുദേവൻ
സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശത്തോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യമായിരുന്നു ലാളിത്യത്തിന്റെ സന്ദേശം. ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ലാളിത്യത്തിന്റെ ആ സന്ദേശം ഇന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാൻ ഇവിടെ എത്തിയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ആ സന്യാസി പരമ്പരയിലെ ഇന്നിവിടെ ഇരിക്കുന്ന, ഇവിടെ സന്നിഹിതരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ സന്യാസിമാരും ആ ലാളിത്യത്തിന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സന്ദേശം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രീതിയിൽ, മാതൃകയില് അത് പരിപാലിച്ചു പോരുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ അവരെ എല്ലാവരെയും ആദരപൂർവം ആ ലാളിത്യം, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഈ സന്യാസി പരമ്പരയെ മുഴുവൻ വണങ്ങാൻ ഞാൻ ഈ അവസരത്തില് ആദരപൂർവം വണങ്ങുന്നു. ये मेरा सौभाग्य है कि इस महान परंपरा के साथ आज निकट से जुड़ने का मुझे सौभाग्य मिला है और इसलिए मैं इन सभी संतों का बहुत ही आभारी हूं. എനിക്ക് ഈ സന്യാസി പരമ്പരയെ അടുത്തറിയാൻ, അവരോട് ഇടപഴകാൻ ഇന്ന് അവസരം കിട്ടി എന്നുള്ളതില് അങ്ങേയറ്റം സൗഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവനാണ്. यहां पर अभी पूज्य ऋतंभरानंद जी ने अपने भाषण में कुछ अपेक्षाएं व्यक्त की थी. गुजरात की धरती पर भी ये संदेश कैसे पहुंचे, ये मेरे लिए बड़े गर्व की बात होगी कि इतनी अच्छी बात, समाज के गरीब दुखियारों के लिए सेवा की बात मेरे गुजरात के अंदर अगर केरल की धरती से पहुंचती है, मैं उसका स्वागत करता हूं, सम्मान करता हूं. ഇവിടെ സ്വാഗത പ്രസംഗത്തില് പൂജ്യ സ്വാമിജി ഋതംബരാനന്ദജി അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള് അത് ഗുജറാത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ചിന്തകൾ ഗുജറാത്തിൽ എത്തിക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സന്യാസിമാര് തയ്യാറാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാനത് അംഗീകരിക്കുന്നു. केरल का कोई जिला ऐसा नहीं होगा, कोई तालुका या ब्लॉक ऐसा नहीं होगा जहां के लोग मेरे गुजरात में न रहते हो. കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു താലൂക്കും ഒരു ജില്ലയുമില്ല ഗുജറാത്തിലെ മലയാളികൾ ഇല്ലാത്ത പ്രദേശങ്ങൾ. കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ താലൂക്കിൽ നിന്നുമുള്ള മലയാളികൾ ഗുജറാത്തിലുണ്ട്. आज गुजरात के प्रगति की जो चर्चा हो रही है, उस प्रगति में मेरे केरल के भाइयों के पसीने की भी महक है. ഇന്ന് ഗുജറാത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി സഹോദരന്മാരുടെ വിയർപ്പിന്റെ കൂടി ഫലമായിട്ടാണ് ഗുജറാത്തിന്റെ വികസനമെന്ന് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. और इसलिए मैं आज मेरे सभी केरल के भाइयों बहनों का आभार भी व्यक्त करना चाहूंगा, अभिनंदन भी करना चाहूंगा. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും സഹോദരന്മാരോടും എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. और मुझे विश्वास है कि आने वाले दिनों में केरल के मेरे भाई जो गुजरात में रहते हैं, उनको जब पता चलेगा कि यहां नारायण गुरु की प्रेरणा से कुछ न कुछ गतिविधि चल रही है, गुजरात में रहने वाले हमारे केरल के भाइयों के लिए भी एक अच्छा स्थान बन जाएगा. ഗുജറാത്തിലുള്ള മലയാളികൾക്ക് അല്പം കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങള്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗുജറാത്തിൽ തുടങ്ങാൻ പോകുന്നു. ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലുള്ള മലയാളി സഹോദരന്മാർക്ക് ഏറ്റവും
സന്തോഷമുണ്ടായിരിക്കും എന്നെനിക്കും അറിയാം. मैं नारायण गुरु की इस परंपरा को निभाने वाले, इस सदविचार को घर घर गांव गांव तक पहुंचाने वाले, समाज के पिछड़े दलित पीड़ित शोषितों का भला करने के लिए जीवन आहूत करने वाले लोगों से, सभी महानुभाव से प्रार्थना करूंगा, आप जब मर्जी पड़े, गुजरात आपका ही है, आप आइए, गुजरात की भी सेवा कीजिए. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങള്, ആ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മഹാപുരുഷന്മാര്, സന്യാസിമാര്, അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അങ്ങ് എന്നാഗ്രഹിക്കുന്നുവോ ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി, എല്ലാവർക്കും ഗുജറാത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് നിങ്ങളുടേത്, എല്ലാവരുടേതുമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. इस पवित्र धरती पर आने का मुझे सौभाग्य मिला, मुझे निमंत्रण मिला. मैं इसलिए फिर एक बार आप सबका बहुत बहुत आभार व्यक्त करता हूं, सभी संतों को वंदन करता हूं और पूज्य स्वामी नारायण गुरु के चरणों में प्रार्थना करके उनसे आशीर्वाद लेता हूं कि ईश्वर ने मुझे काम दिया है, मैं गरीब पीड़ित शोषित दलित उनकी भलाई के लिए अपने जीवन में कुछ न कुछ अच्छा करता रहूं. ऐसे मुझे आशीर्वाद आज इस तपोभूमि से मिले. ഇന്നിവിടെ വരാനുള്ള ക്ഷണം ലഭിച്ചു എന്നുള്ളതില് ഞാൻ ശ്രീനാരായണ ഗുരുദേവ പരമ്പരയിലെ മുഴുവൻ സന്യാസിമാരോടും കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദിയുള്ളവനാണ്. അവരെ ഞാൻ വന്ദിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പാതാരവിന്ദങ്ങളില് സ്പർശിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഗുരുദേവന്റെ ആശീർവാദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും വിയർപ്പൊടുക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അവരുടെ നന്മക്കായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ശക്തി തരണമേ. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ എനിക്ക് ആയുസ് തരണമേ എന്ന് ഗുരുദേവന്റെ ആശീർവചനങ്ങൾക്കായിട്ട്, അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. मैं केरल के सभी भाइयों बहनों का भी आभार व्यक्त करता हूं कि आज मैं शाम को त्रिवेंद्रम एयरपोर्ट पर उतरा, वहां से यहां तक आया. चारों ओर जो प्रकार से आप लोगों ने मेरा स्वागत किया, सम्मान किया, मुझे प्रेम दिया, इसलिए मैं केरल के सभी भाइयों बहनों का भी बहुत हृदय से आभार व्यक्त करता हूं. കേരളത്തിലെ സഹോദരി സഹോദരന്മാര്, അവരോട് എനിക്ക് केरल के शिवगिरी मठ से आप